സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സ്ഥാനത്യാഗം ചെയ്തതിന് പിന്നിൽ ഒരു സഭാ ചാൻസലറുടെ കറുത്ത കരങ്ങളുണ്ടായിരുന്നു. എറണാകുളം സുനഹദോസ് വിരുദ്ധർ ഉയർത്തിക്കൊണ്ടുവന്ന തുണ്ടുഭൂമി വിവാദ കാലഘട്ടത്തിൽ ഉൾപ്പെടെ 2 പ്രാവശ്യമാണ് പരിശുദ്ധ സിംഹാസനത്തിന് തന്റെ സ്ഥാനത്യാഗ സന്നദ്ധ അറിയിച്ചുകൊണ്ട് പിതാവ് കത്തുകൊടുത്തത്. അതിൽ രണ്ടാമത്തെ തവണ നടന്നത് പിതാവിനെതിരായ ഒരു ഗൂഢതന്ത്രം നടപ്പാക്കലായിരുന്നു. മേജർ ആർച്ച് ബിഷപ്പിന്റെ രാജി നടപ്പിൽ വരുത്തിയ കാവിൽ പുരിടത്തിന്റെ ചതി, അധാർമികതയുടെ കാവി വിളയാട്ടം തുറന്നു പറയുന്നത് സഭാവിശ്വാസിയും ഏകീകൃത കുർബാന അടക്കം കാര്യങ്ങളിൽ ശക്തമായി നിലപാടെടുക്കുന്ന ബിനു പഴയച്ചിറയാണ്. ബിനു പഴയച്ചിറ വിവരിക്കുന്നത് സഭയിലെ മെത്രാന്മാരെ പോലും അട്ടിമറിച്ച് മേൽപ്പട്ടക്കാരെ ഒതുക്കി നിർത്തി അരപ്പട്ടയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു സഭാ ചാൻസലറുടെ കുതന്ത്രങ്ങൾ തന്നെയാണ്. തന്റെ മുന്നോട്ടുള്ള മെത്രാൻ കസേരയ്ക്ക് തടസ്സം ആലഞ്ചേരി പിതാവെന്നുള്ള തിരിച്ചറിവായിരുന്നു അദ്ദേഹത്തെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് പിന്നിലെ കാവിയുടെ ചേതോവികാരം. തുടക്കത്തിലെ പറഞ്ഞുകൊള്ളട്ടെ, ആഗോള തലത്തിൽ തന്നെ 2ാമത്തെ വലിയ കത്തോലിക്ക സഭ കൂട്ടായ്മയിലെ സഭയായ സിറോ മലബാർ സഭയെ അട്ടിമറിക്കാനുള്ള ഇതര ശക്തികളുടെ ഏജന്റുമാരായി സഭയുടെ തലവനെ തന്നെ അട്ടിമറിക്കാൻ സഭയ്ക്കുള്ളിൽ നടന്ന ഗൂഢാലോചനയിൽ പ്രഥമ സ്ഥാനത്ത് തന്നെയാണ് ഫാദർ കാവിൽ പുരേടം എന്ന കാവി. സിറോ മലബാർ സഭയുടെ കുരിയുടെ ചാൻസലറായി സ്ഥാനമനുഷ്ഠിക്കുന്ന റവറൻ ഡോക്ടർ അബ്രഹാം കാവിൽ പുരേടം മെത്രാം സ്ഥാനം വഹിയും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളുമാണെന്ന് ബിനു പഴം പറയുന്നു. വൈദികനായ ആദ്യ നിമിഷം മുതൽ തന്നെ അദ്ദേഹം മെത്രനാകുക എന്ന ലക്ഷ്യത്തിലൂടെ യാത്ര തുടങ്ങിയതാണ്. ഏത് വഴിവിട്ട രീതിയിലും തന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏത് നെറുകെട്ട പ്രവൃത്തി ചെയ്യുന്ന ആളുമാണെന്ന് ബിനു എഴുതി വെക്കുന്നു. ഭൂമി വിവാദ കാലഘട്ടത്തിൽ സ്ഥാനത്യാഗ സന്നദ്ധത അറിയിച്ചുകൊണ്ട് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് പരിശുദ്ധ സിംഹാസനത്തിന് വത്തിക്കാനിൽ കത്ത് കൊടുത്തപ്പോൾ വളരെ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ട് സ്ഥാനത്യാഗ സന്നദ്ധതയുടെ കത്ത് പരിശുദ്ധ സിംഹാസനം തള്ളിക്കളയുകയായിരുന്നു. കാനോനികമായി ഒരാൾ രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ട് കത്ത് കൊടുക്കുകയും അത് സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ പിൻവലിപ്പിക്കുന്നതാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ രീതി. ആദ്യഘട്ടത്തിൽ അഭിവന്ദ്യ പിതാവ് കൊടുത്ത രാജി തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് അന്നത്തെ സഭയുടെ ചാൻസലറായിരുന്ന വിൻസെന്റ് ചെറുവത്തൂർ അച്ഛൻ രാജി പിൻവലിപ്പിച്ച് തിരികെ കത്ത് വാങ്ങുകയുണ്ടായി. അതാണ് നടപടിക്രമങ്ങൾ. സ്ഥാനത്യാഗം എന്നത് അധികാരമോഹിയല്ലാത്ത ആലഞ്ചേരി പിതാവിന് ഒരു ഭാവമാറ്റവും ഉണ്ടാകാത്ത ഒന്നുമായിരുന്നു. അങ്ങനെ പിതാവിനെതിരെ കാവ്യ വിളയാട്ടത്തിന്റെ ആദ്യ ശ്രമങ്ങൾ കാറ്റും കോളും അടങ്ങി ഒതുങ്ങി. വിശുദ്ധ കുർബാനയുടെ ഏകീകരണ വിഷയത്തെ തുടർന്ന് വീണ്ടും സഭയ്ക്കുള്ളിൽ പ്രതിസന്ധി ഉറഞ്ഞുകൂടിയ നാളുകളിലാണ് ആലഞ്ചേരി പിതാവ് രണ്ടാമതും സഭയുടെ തലപ്പത്ത് നിന്നും രാജ്യസന്നദ്ധ പരിശുദ്ധ പിതാവിനെ അറിയിച്ചത്. ആലഞ്ചേരി പിതാവിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് വത്തിക്കാന് നേരത്തെ തന്നെ ബോധ്യമുണ്ടായിരുന്നതിനാൽ രണ്ടാമതും രാജി തള്ളിയ പരിശുദ്ധ സിംഹാസനം ആ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് കൊടുത്ത കത്ത് പിൻവലിക്കാൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് ചതിയനായ ഫാദർ കാവിൽ പുരേടം തന്റെ അടുത്ത ചതിപ്രയോഗം തുടങ്ങി വെച്ചത്. ആലഞ്ചേരി പിതാവിന്റെ തള്ളിയ രാജ്യസന്നദ്ധയുടെ കത്ത് പിൻവലിക്കാൻ തയ്യാറാകാതിരുന്ന ഈ രൂപതാ ചാൻസലറായ കാവിൽ പുരേടം ഈ 2ാം രാജ്യസന്നദ്ധയുടെ പിതാവ് ഇടപെട്ട് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതും സഭയിലെ സ്ഥിരം സുനഹദോസ് അംഗവും എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധരുടെ ഉറ്റ തൊഴിലുമായ ഒരു മെത്രാപ്പോലിത്തെ അറിയിക്കുകയുണ്ടായി. അതോടെ അധികാരമോഹിയായ ആ മെത്രാപ്പോലിത്തിന്റെ കുരുട്ട് ബുദ്ധിയും ഉണർന്നു. സിറോ മലബാർ സഭയിലെ സ്ഥിരം സുനഹദോസ് അംഗമായ മറ്റൊരു കുരുട്ട് ബുദ്ധിക്കാരനായ മെത്രാപ്പോലിത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവർ കളി തുടങ്ങി. ആലഞ്ചേരി പിതാവ് രാജിവെച്ചാൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാകുമെന്ന് പരിശുദ്ധ സിംഹാസനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആ സമയത്ത് അഭിവന്ദ്യ പിതാവിനെ രാജി ഇവർ ഇടപെട്ട് പൂർത്തീകരിച്ചത്. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ആളെ ചതിച്ച് രാജിയിലേക്ക് നയിച്ച ഈ കാവിൽ പുരേടമാണ് ഒരവസരം വരുമ്പോൾ മെത്തനാക്കിയേക്കാമെന്ന് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തട്ടൽ പിതാവിനെ കൊണ്ട് തന്റെ പ്രഥമ പ്രസംഗത്തിൽ തന്നെ പറയിപ്പിച്ചത് എന്നത് കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് സഭയുടെ സംവിധാനത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ക്രൂരനാണ് ഈ കാവിൽ പുരേടം എന്ന കാവ്യ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. ബിനു വളരെ വ്യക്തമായി അത് വിവരിക്കുന്നു. ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ഔദ്യോഗിക പരിപാടികൾ സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അന്നൊക്കെ നടന്ന വിശുദ്ധ കുർബാനയുടെ കാർമ്മികൻ അഭിവന്ദ്യ ആലഞ്ചേരി പിതാവ് തന്നെയായിരുന്നു. ആലഞ്ചേരി പിതാവിന്റെ കുരിയയിൽ അദ്ദേഹത്തോടൊപ്പം വൈസ് ചാൻസലറായും ജോലി ചെയ്തിരുന്ന ഫാദർ കാവിൽ പുരേടം ഔദ്യോഗിക തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് സഹകാർമ്മികനായി ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല.
പിതാവിനൊപ്പം ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഴുവൻ പരിപാടികളിലും പക്ഷേ ഔദ്യോഗിക വസ്ത്രം അണിഞ്ഞെത്തുന്ന കാവിൽ പുരയിടത്തെ കാണുമ്പോൾ അദ്ദേഹത്തെ മെത്രാൻ കസേരയിലേക്കുള്ള ആ നോട്ടമാണ് കാവ്യയെ വേറിട്ടവരാക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉയർന്നു വന്ന തുണ്ടുഭൂമി വിവാദ കാലഘട്ടത്തിൽ സിറോ മലബാർ സഭയിലെ ഒത്തിരിയേറെ പിതാക്കന്മാരുടെ നിലപാട് സഭയുടെ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ കള്ളപ്രചരണങ്ങളിൽ അഭിവന്ധ്യ പിതാക്കന്മാർ ചെന്ന് ചേരരുത് എന്നായിരുന്നു. എന്നാൽ ഇന്നത്തെ സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരിക്കുന്ന മാർ റാഫേൽ തട്ടൽ പിതാവ് ബിനു പഴയചെറുമടക്കം ചെന്ന് കണ്ട സഭാ വിശ്വാസി നേതൃത്വത്തോട് അന്ന് മൊഴിഞ്ഞത് ആലഞ്ചേരി പിതാവ് രാജിവെക്കട്ടെ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നായിരുന്നു. എന്തൊരു വിരോധാഭാസമാണ്. ഏതാനും നാളുകൾക്ക് പുറം യാദൃച്ഛികമായെങ്കിലും തട്ടൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി അഭിഷിക്തനാകുകയും അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഫാദർ കാവിൽ പുരയിടത്തിന് മെത്രാം സ്ഥാനം ഓഫർ ചെയ്യുകയും ചെയ്യുന്നതിലേക്ക് ഒരു കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാരസ്മരണ എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനുള്ളൂ. താമരശ്ശേരി മെത്രാനെതിരെ എറണാകുളം സുനഹദുസ് വിരുദ്ധതയുടെ നേതൃസ്ഥാനത്തുള്ള ഒരു സ്ത്രീ നടത്തിയ ആരോപണത്തിന് പിന്നിലും ഇതേ കാവ്യ തന്നെയാണ്. അതേപ്പറ്റി അടുത്ത വീഡിയോയിൽ വിശദമായി പറയുന്നു.